സാധുദർശനം സാധുദർശനം പരമപവിത്രമായ ആർഷതീർത്ഥം ദയാനന്ദാശ്രമത്തിൻ്റെ സന്നിധിയിലാണ് ഗായത്രി മഹായജ്ഞത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. ശ്രുതിയെയും സ്മൃതിയെയും ഇതിഹാസ പുരാണങ്ങളെയും ശാസ്ത്രീയമായി വൽക്കരിച്ചുകൊണ്ട് അവയുടെ താത്വികമായ വശങ്ങളെ സമാജത്തിലെ ഓരോ ജനത്തിനും മനസ്സിലാകാവുന്ന രീതിയിൽ വേദാന്തപരമായിട്ടും ആധ്യാത്മികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും സാമൂഹ്യപരമായിട്ടും പ്രചരിപ്പിക്കുന്ന മഹത്തായ പരമപൂജനീയനായ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനും അനന്തവിഭൂഷിതനുമായ സംപൂജ്യ സ്വാമിജി കൃഷ്ണാത്മാനന്ദ സരസ്വതി മഹാരാജാണ് ഇതിൻ്റെ മഠാധിപതി. പൂജനീയ സ്വാമിജി മഹാരാജ് ധർമാചാര്യ സഭയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷനാണ്. ഈ മഹാഗായത്രി യജ്ഞത്തിൻ്റെ ഉദ്ഘാടന സഭയിൽ പൂജനീയ സ്വാമിജി അനുഗ്രഹ വാക്കുകൾ നൽകുന്നതായിരിക്കും. ഈ യജ്ഞത്തിന് വേണ്ടി അദ്ദേഹം നമുക്ക് ആശംസകളും അനുഗ്രഹവും അനുവാദവും നൽകുന്നതായിട്ട് നമുക്ക് കാണാം. സംപൂജ്യ സ്വാമിജി കൃഷ്ണാത്മാനന്ദ സരസ്വതി മഹാരാജ്. ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഈ വരുന്ന ഫെബ്രുവരി 2 മുതൽ 9 വരെ നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഗായത്രി മഹായജ്ഞം ശ്രീ വ്യാസ തപോദ്യാൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ മുഖ്യ ആചാര്യനായ ശ്രീ ബ്രഹ്മാനന്ദ സരസ്വതി സ്വാമികളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്, മുഖ്യ ആചാര്യനായിരിക്കുന്നത്. അതുപോലെ അനേക സന്യാസി വര്യന്മാർ പ്രഭാകരാനന്ദ സരസ്വതി സ്വാമികളുടെ നേതൃത്വത്തിൽ അവിടെ നിത്യസാന്നിധ്യം ഉണ്ടായിരിക്കും. ഉദ്ഘാടന സഭയിലേക്ക് ഞാനും ഉണ്ടായിരിക്കും. എല്ലാവരും ഈ ഒരു ഗായത്രി മഹായജ്ഞത്തിൽ ഒരു ദിവസമെങ്കിലും വന്ന് പങ്കുചേരുക എന്ന് എല്ലാവരോടും പറയുന്നു. ഈ ഒരു യജ്ഞത്തിന് സകലവിധമായ മംഗളങ്ങളും വിജയവും ആശംസിക്കുന്നു. എല്ലാ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ഭവിക്കട്ടെ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി. രണ്ട് വാക്ക് പറഞ്ഞാൽ പറയാം. ഇതിന് സർവ്വ ആശംസകളും നേർന്ന കൃഷ്ണാനന്ദ സ്വാമിക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. കലിയുഗത്തിൽ ഇതുപോലത്തെ യജ്ഞങ്ങൾ നടക്കാതിരിക്കുന്നിടത്തോളം കാലം കലിയുടെ താണ്ഡവമാണ് സർവ്വരിലൂടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരവസ്ഥയ്ക്ക് പൂർണ്ണമായ ഒരു മാറ്റം വരാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇതുപോലത്തെ യജ്ഞം പ്രഭാകരാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഏപ്രിൽ 21 തൊട്ട് 28 വരെ ഞങ്ങൾ പ്രഭാകരാനന്ദ സ്വാമിയുടെയും തെണ്ടി സ്വാമിയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഇത് നടത്തി. വൻ വിജയമായിരുന്നു. സർവ്വ അനുഗ്രഹങ്ങളും കാലത്തിനും ആ പ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ മനുഷ്യർക്കും അനുഭവദായകമായി എന്ന് അവർ തന്നെ അതിന് സാക്ഷ്യമായിട്ട് പറയാറുണ്ട്. ഈ ഗായത്രി മഹായജ്ഞം സർവ്വ ഐശ്വര്യങ്ങളും സർവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് സാധുദർശനം പാപവിമോചനം. സാധുദർശനം പാപവിമോചനം. ദേവി മഹാത്മ്യ പാരായണത്തിലൂടെ അതിൻ്റെ തത്വപ്രബോധനങ്ങളിലൂടെ എന്നും സനാതന ധർമ്മ സംസ്കാരത്തെ സംരക്ഷിച്ചുകൊണ്ട് അത് വളരെയേറെ ശ്രേഷ്ഠമായി പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആദരണീയനായ ഗുരുനാഥൻ കൃഷ്ണാത്മജാനന്ദ സ്വാമിജിയുടെ അടുക്കലാണ് ഞങ്ങളിന്ന് ഇവിടെ ഇരിക്കുന്നത്. ഗായത്രി മഹായജ്ഞത്തിൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും പൂജനീയ സ്വാമി നൽകിക്കഴിഞ്ഞു. അതിൻ്റെ ആദ്യ ദിവസം സ്വാമിജിയുടെ മഹനീയമായ ആ സാന്നിധ്യവും അവിടെ ഉണ്ടാകും. പൂജനീയ സ്വാമിജിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധമായ നന്ദിയും രേഖപ്പെടുത്തുന്നു. സാധുദർശനം പാപവിമോചനം.